മൂന്നെണ്ണം കൂടെ രാവിലെ ഒരുങ്ങിക്കെട്ടി എങ്ങോട്ടാണെന്നല്ലേ? ഒരു യാത്ര പോവാം. ഇതാ ധനഹൂട്ടൻ്റെ അല്ല സൂപ്പർ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വഴിയേ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ഞങ്ങൾ ചെന്നത് എലവന്തിട്ടയിലുള്ള ATM-ലോട്ടാണ് കേട്ടോ. കയറുന്നോടം വരെ കാശില്ല, 1 രൂപ പോലും ഇല്ലെന്ന് പറഞ്ഞ അച്ചാച്ചൻ ദാ ഇറങ്ങി വന്നപ്പോൾ കയ്യിലൊരു 500-ൻ്റെ താള് കണ്ടു ഞാൻ. അകത്തോട്ട് ഇനി എത്ര ഉണ്ടെന്ന് എനിക്കറിയത്തില്ല, നമ്മുടെ കയ്യിൽ തരത്തില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ചെന്നതേ നമ്മുടെ മെഴുവേലിലുള്ള അക്ഷയയിലാണ്. ധനകൂട്ടൻ്റെ ആധാർ എടുക്കണം, അതാണ് ലക്ഷ്യം. 1 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ആധാർ നിർബന്ധമാണെന്ന് നമ്മുടെ നരേന്ദ്രമോദി സാർ പറഞ്ഞിട്ടുണ്ടെന്നേ. എന്നാ പറഞ്ഞതെന്നൊന്നും എനിക്കറിയത്തില്ല, ഞാൻ ചോദിച്ചില്ല കേട്ടോ. പുള്ളി എന്നോട് പറഞ്ഞതുമില്ല. ആരോ പറഞ്ഞു, ഞങ്ങൾ വന്നെടുത്തു. അങ്ങനെ 1 വയസ്സ് ധനകൂട്ടന് കഴിഞ്ഞിട്ടുണ്ടേ. അങ്ങനെ അവിടെ ഒരു സീറ്റൊക്കെ പിടിച്ച് ഇരുന്നപ്പോഴേ ആ ചേച്ചി വിളിച്ച് ഓടി വന്നു. കാര്യം എന്താണെന്ന് പറഞ്ഞാലും എന്ത് കാര്യത്തിന് എന്നാലും നല്ല രീതിയിൽ നല്ല പെട്ടെന്ന് ശരിയാക്കി തരുന്ന ഒരേ ഒരു ചേച്ചിയെ എൻ്റെ പരിചയത്തിലുള്ളൂ, അത് ഈ ചേച്ചിയാണ്. എന്തായാലും അച്ചാച്ചൻ്റെ മുഖം വേണ്ട, ഇത് കവർ ചെയ്ത് വെച്ചോന്നും പറഞ്ഞ് ഒരു വെള്ള പേപ്പർ എടുത്ത് കൈ കൊടുത്തിട്ടുണ്ട്. അതും പിടിച്ചോണ്ട് അവിടെ ഇരുന്നപ്പോൾ ചേച്ചി കുഞ്ഞിനോട് പറഞ്ഞ് നേരെ നോക്കിക്കോളാൻ, മോനെ ഞാൻ ഇപ്പോൾ സിനിമയിൽ എടുക്കാടാന്ന്. അങ്ങനെ ചേച്ചി പറഞ്ഞത് കേട്ട് എന്തോ പറ്റിയോ ഒറ്റയടിക്ക് നേരെ നോക്കി. നേരെ നോക്കിയപ്പോൾ അവൾ തന്നെ അവളുടെ മുന്നിലിരിക്കുന്നു. പിന്നെ ആരായാലും നോക്കി പോകത്തില്ലേ. അങ്ങനെ ഒറ്റ പ്രാവശ്യം തന്നെ ധനകൂട്ടൻ്റെ സൂപ്പർ ഒരു ഫോട്ടോ അങ്ങ് പറഞ്ഞു. ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ലെങ്കിലും പിന്നീട് എനിക്ക് മനസ്സിലായി, ഞാൻ ഉദ്ദേശിച്ച സാധനം അല്ലായിരുന്നു. ഞാനപ്പോൾ എന്താ ഉദ്ദേശിച്ചതെന്നല്ലേ? ഇപ്പം അല്ല ഊതിക്കുന്ന മെഷീനാണ്, അല്ല അക്ഷയയിൽ എന്തിനാ ഊതിക്കുന്നതെന്ന് ചിന്തിച്ചെങ്കിലും പിന്നീട് എൻ്റെ പൊട്ട ബുദ്ധി എന്തുവാണെന്ന് എനിക്ക് മനസ്സിലായി. അത് ഊതിച്ചതല്ല, കണ്ണ് സ്കാൻ ചെയ്തതായിരുന്നു. കുത്തിയിരുന്ന് ABCD പറയുന്ന കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ സംഭവം എന്ന്. അവിടെയാണ് അക്ഷരത്തെറ്റുകൾ വല്ലതും ഉണ്ടോയെന്നറിയാൻ പുള്ളിക്കാരി എടുത്തു കൊടുത്തതാണ്. അപ്പം അക്ഷരത്തെറ്റൊന്നും ഇല്ലെന്ന് ക്ലിയർ ആയതോടെ ഞങ്ങൾ പിന്നെ കുറേ നേരം അവിടെയൊക്കെ നിന്നിട്ടേ പതുക്കെ ഇങ്ങനെ ഇറങ്ങി. എല്ലാം സംഭവം സെറ്റ്. ഇറങ്ങി വന്നപ്പോഴാണ് അച്ചാച്ചൻ ചോദിച്ചേ, എടി എന്തെങ്കിലും മറന്നോന്ന്. അപ്പോഴാണ് ഞാനും ചിന്തിച്ച്, അയ്യോ ഞാൻ കൊണ്ടുപോയ ഞങ്ങളുടെ 2 പേരുടെയും ആധാർ മറന്നിട്ടുണ്ടെന്ന്. പിന്നെ അതും പോയി കൈക്കലാക്കിയിട്ട് തിരിച്ച് വന്നിട്ടേ ഞങ്ങൾ വണ്ടിയിൽ കയറി. ഞങ്ങളുടെ ആധാറിൻ്റെ കാര്യം അവിടെ സെറ്റ്, സംഭവം സൂപ്പറാണ്. വണ്ടിയിൽ കയറിയിട്ടേ ഞങ്ങളിനി അടുത്തൊരു യാത്ര പോകണം. ആ യാത്ര ചെന്നിറങ്ങിയപ്പോൾ മനസ്സിലായില്ലെങ്കിലും അകത്തോട്ട് കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സംഭവം എന്താണെന്ന്. ദാ ഇതിനകത്താണ് ഒരു ബാർബർ ഷാപ്പല്ല ഷോപ്പ്, ഓക്കെ, ബാർബർ ഷോപ്പ്. അങ്ങനെ ബാർബർ ഷോപ്പിൽ എന്തിനാ വന്നതെന്നല്ലേ? അതെ, മുടി വെട്ടാൻ. അല്ലാതെ ഇതിൻ്റെ ബാർബർ ഷോപ്പിൽ പോന്നേ ഷാർജ കുടിക്കാൻ ആരെങ്കിലും പോകുമോ? ഇല്ലല്ലോ. ആ ചേട്ടൻ വന്നപ്പോൾ ആ തലയിലിരുന്ന തെങ്ങും തൈ ഞങ്ങൾ ഊരി മാറ്റി വേറൊരു ഡിസൈൻ ആക്കിയിട്ടുണ്ട്. അതെന്തിനാണെന്നല്ലേ? ഒരു ഉടുപ്പ് കൊണ്ട് കൊടുത്തത് ഉടുപ്പിട്ട് നോക്കാനല്ല കേട്ടോ. ഇത് നമുക്ക് തന്ന് വിടത്തുമില്ല. പിങ്ക് കളർ നല്ല രസമുണ്ടെന്ന്. പക്ഷെ ആവുന്ന ചോദിച്ചു നോക്കിയെങ്കിലും തന്നില്ല. ഇതാ ഞാൻ എവിടെ പോയി ഒരു വീഡിയോ പിടിപ്പിക്കാൻ പോയാലും അന്ന് അവിടെ ഒരു മിന്നുന്ന ലൈറ്റ് ഉറപ്പാണ്. ഈ മിന്നുന്ന ലൈറ്റ് എൻ്റെ കണ്ണിൻ്റെ ആണോ ഫോണിൻ്റെ ആണോ അതോ ലൈറ്റിൻ്റെ ആണോ? എൻ്റെ പുറകെ തന്നെ ഉണ്ടല്ലോ എന്ന്. എന്തായാലും ധനകൂട്ടം സെറ്റായിട്ട് അവിടെ ഇരിപ്പുണ്ട്. നല്ല ഉടുപ്പ് ചേരുന്നുണ്ടാപ്പാ, നമുക്കിങ്ങനെ ചോദിച്ച് വാങ്ങിച്ചാലോ എന്ന്. ദാ ഈ പുഞ്ചിരി എത്ര നേരത്തേക്ക് ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും കുറച്ച് നേരം ചിരിച്ചുകൊണ്ടിരിക്കട്ടെന്നേ, അവൾക്കൊരു സന്തോഷമാവട്ടെ. ബ്ലേഡ് വെച്ചെടുത്ത് തുടങ്ങാമെന്ന് പറഞ്ഞ് തുടങ്ങുന്ന പരിപാടിയാണ്. പക്ഷേ ബ്ലേഡ് വെച്ചെടുക്കാനുള്ള ധൈര്യം എനിക്കുമില്ല, അച്ചാച്ചനും ഇല്ല. പക്ഷേ ബ്ലേഡ് വെച്ചെടുക്കുന്നതാണ് അതിൻ്റെ മര്യാദയെന്ന്. പിറപ്പും പൊടി ബ്ലേഡ് വെച്ചെടുക്കണമെന്ന് ആരാണാവോ കണ്ടുപിടിച്ച്? ഈ പൊടിക്കൊച്ചുങ്ങളൊക്കെ എങ്ങനെ അടങ്ങിയിരിക്കുമോ എന്തോ. എന്തായാലും ആ ചേട്ടൻ വന്നിട്ടേ കുറച്ച് വെള്ളം അങ്ങോട്ട് സ്പ്രേ ചെയ്തു. അപ്പം മേളിലോട്ട് നോക്കുന്നു, ഈശ്വര എലിയാണോ പല്ലിയാണോ എന്ന്. അല്ല, ആ ചേട്ടനാണ് കണ്ടത്. അവൾ റെഡിയായി. ഓക്കെ, സംഭവം സെറ്റ്. വെള്ളമൊക്കെ കുറേയൊക്കെ അച്ചാച്ചൻ തുടച്ചു കൊടുത്തിട്ടുണ്ട് മുഖത്ത് വീണത്. അത് എന്തായാലും ബ്ലേഡ് വെച്ചെടുത്ത് വരുമ്പോൾ ഉറപ്പായിട്ടും ഒരു ത്രികോണം അല്ലെങ്കിൽ ഒരു കുരിശ് അല്ലെങ്കിൽ ഒരു ഇൻഡു എന്തെങ്കിലും ഒന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതെന്തായാലും നടക്കില്ലെന്ന് മനസ്സിലായതേ പുള്ളി ആ പരിപാടി അങ്ങ് നിർത്തി. എന്നിട്ട് പതുക്കെ പോയി ഡ്രമ്മർ എടുത്തുകൊണ്ട് വന്നു. ഓൾറെഡി ഒന്ന് നോക്കി കേട്ടോ, പറ്റത്തില്ലെന്ന് ഉറപ്പായതിന് ശേഷം അടുത്ത പരിപാടിക്ക് പോയി. ഡ്രമ്മർ എടുത്തുകൊണ്ട് വന്നതേ ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് എടുക്കാൻ തുടങ്ങി. എടുത്തു വന്നപ്പോൾ ആഹാ കൊള്ളാമല്ലോ എന്ന്. ഇത് മതിയായിരുന്നു. ആരാണപ്പോൾ ഈ ബ്ലേഡൊക്കെ കണ്ടുപിടിച്ചേ? ആരാണോ ഈ നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്നതെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. അങ്ങനെ ഡ്രമ്മറിട്ട് ഒരു മൂലയ്ക്കും നിന്ന് അങ്ങോട്ട് എടുക്കാൻ തുടങ്ങി. എന്തുമാത്രം കഷ്ടപ്പെട്ട് വളർത്തിയ മുടിയാ, ദാ പോന്നു. എന്നും നേരം വെളുത്ത് രാവിലെ എഴുന്നേറ്റ് വന്ന് മുടി ചീവി കിട്ടുന്ന ഞങ്ങളുടെ വീട്ടിലെ ഒരേ ഒരു വ്യക്തി ഞങ്ങളുടെ ധനകൂട്ടം മാത്രമേ ഉള്ളൂ. ഒരു കുഞ്ഞു ചീപ്പും എടുത്തുകൊണ്ട് ഓടി വന്ന് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് എപ്പോഴും തലജീവലാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എങ്ങനെ ചീവും? കഷ്ടം. സങ്കടം വരാതിരുന്നാൽ മാത്രം മതിയായിരുന്നു. അങ്ങനെ ഒരു മൂലേന്നേ എടുത്തു വന്നപ്പോഴേ വേറൊരു ലുക്ക്. ആഹാ, ഞാൻ കൊണ്ടുവന്ന കൊച്ചിനെ കാണുന്നില്ലെന്ന്. അതെന്തിയേ? മുടി മാറുമ്പോഴേ ഒരു വല്ലാത്ത ലുക്ക് തന്നെയല്ലേ. അപ്പം നമുക്ക് ശരിക്കും കാണേണ്ട മുഖം ഇതാണ്. എന്തിനാണെന്നല്ലേ?
അവൾക്കാണ് ഏറ്റവും കൂടുതൽ സങ്കടം. നെനഹാമോക്ക് എന്ത് വന്നാലും അതിന് ഏറ്റവും കൂടുതൽ സങ്കടം വരുന്നത് ദിയാമോക്കാണ്. അപ്പോൾ എടുത്തു വന്നപ്പം നല്ല സുഖമെന്ന്. അപ്പം ഞാനൊന്ന് ഉറങ്ങട്ടെ എന്ന്. ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് എല്ലാം റെഡിയാവും മോനെന്ന് അപ്പൻ. അങ്ങനെ അപ്പൻ താങ്ങി പിടിച്ച് വെച്ച് കൊടുത്ത് മുടി ഒരു സൈഡ് മൊത്തം എടുത്തു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ അടങ്ങിയിരിക്കുന്ന പിള്ളേരെ എവിടെ കിട്ടും? അതെ, എന്നെപ്പോലെ തന്നെ എൻ്റെ കുഞ്ഞുങ്ങൾ. കണ്ട എന്ത് ഡീസൻ്റായിട്ടിരിക്കുന്നെന്ന്. ഇത് വേറെ ആരും കേൾക്കാൻ നിൽക്കണ്ട. നാട്ടുകാർ കേട്ടാലും വീട്ടുകാർ കേട്ടാലും കല്ലെടുത്തെറിയുന്ന ഉറപ്പാണ്. അങ്ങനെ എന്തായാലും എടുത്തെടുത്ത് ഡ്രിമ്മറാണടേ എളുപ്പ പരിപാടി. ഇത് വെച്ചെടുത്തിട്ട് ബ്ലേഡ് വെച്ചെടുക്കുന്നതാണ് നല്ലേ കേട്ടാ. ഇനിയാണെങ്കിലും ആര് വേണമെങ്കിലും ഈ പരിപാടിയെ നോക്കാവൂ. കുഞ്ഞുങ്ങളെ ഇട്ട് അധികം നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അങ്ങനെ എന്തായാലും ഇങ്ങനെ എടുത്തു വന്നപ്പോഴേ എനിക്ക് പെട്ടെന്നൊരു ഓർമ്മ വന്നതേ, ഞങ്ങളുടെ കുടുംബത്തിൽ ഇതേപോലുള്ളത് രണ്ട് വ്യക്തികളാണ്. ആ പുള്ളിക്കാരൻ്റെ പേര് ഞാൻ എടുത്തു പറഞ്ഞാലേ പിന്നെ എനിക്ക് കുടുംബത്തിൽ കയറാൻ പറ്റാത്തത് അവസ്ഥയായിപ്പോവും. അതുകൊണ്ട് അത് ഞാൻ എടുത്ത് പറയത്തില്ല. തൽക്കാലം കുറേ നേരം ഇരുന്നപ്പോഴത്തേക്കേ നെനഹൂട്ടൻ്റെ വിധം വിട്ട്. ഇതിനൊരു അവസാനം ഇല്ലേന്ന്. അവസാനം ഉണ്ടടാ, പുറകിലത്തെ കൂടെ എടുക്കട്ടെ. ഇല്ലാതെ പോയ നാട്ടുകാരും എല്ലാം കണ്ട് കളിയാക്കിയാലോ. മോനൊന്ന് ക്ഷമയോടിരിക്കാൻ പറ്റത്തില്ലെന്ന്. എന്തായാലും ആ ചെറുക്കിന് നല്ല ക്ഷമയാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ അവൻ ഇങ്ങനെ വെച്ച് തന്നെ ഇറക്കി വിട്ടേനെ. എത്ര നേരം കൊണ്ടാ ഇത്രയൊന്നും ആക്കിയെടുക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ പുറകിലൊരാൾ വന്ന് അടുത്തതായിട്ട് മുടിയെടുക്കാൻ ഇരിപ്പുണ്ട് കേട്ടോ. എങ്ങനെയാണേലും ഞങ്ങൾ എഴുന്നേറ്റ് പോയിട്ട് ഇവിടെ ഒരു പരിപാടി നടക്കത്തില്ലെന്ന് അവർക്ക് മനസ്സിലായി. പാവം ആഹാരം കഴിച്ചിട്ട് വന്നതാണോ എന്തോ. ചോദിക്കാൻ പറ്റില്ല, ചീത്ത വിളിച്ചാലോ. ഞങ്ങൾ മുന്നേ വന്നതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. ഇല്ലെന്നുണ്ട് എന്തോ ചെയ്തതിന്. ഈ പരിപാടി കൊള്ളാമല്ലേ. പുറകുവശത്തെ അവസാനം എടുത്തു വന്നപ്പോൾ നല്ല ഭംഗി. ഇത് അങ്ങനെ നിർത്തിയാലോ എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും വേണ്ട, മനുഷ്യർ കളിയാക്കിയാലോ. പാവം എൻ്റെ കുഞ്ഞ്. ഇനി അങ്ങനെ ഒരു ക്രൂരതയോടെ അതിനോട് ചെയ്യണ്ടല്ലോ. അങ്ങനെ ഫ്രണ്ടിൽ നിന്ന് മുടിയെടുത്ത് വന്നപ്പോഴാണ് ഞങ്ങൾ ആ ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കി. ഞങ്ങളുടെ കൊച്ചിൻ്റെ തല ഇനി ഇടിക്കാനോ ചളുങ്ങാനോ സ്ഥലമില്ല. നല്ല നീളത്തിലൊരു മാർക്കുണ്ട്. അതെപ്പോൾ സംഭവിച്ചെന്നോ എങ്ങനെ സംഭവിച്ചെന്നോ അവളോട് ചോദിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എന്താണെന്നുള്ളത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാന്നല്ലാതെ വേറൊരു മാർഗ്ഗമില്ല. എടുത്തെടുത്ത് ഒരു ഇച്ചിരി ആയപ്പോഴത്തേക്ക് അവൾക്കൊരു രക്ഷയില്ല കേട്ടോ. ബഹളത്തോട് ബഹളം. പിന്നെ എന്ത് ചെയ്യാം? ആ ചേട്ടൻ ആ സാധനം ശരിക്കും അവൾ ഉറങ്ങാൻ വേണ്ടി ചെയ്യുന്നതാണോ അതോ മുടി കളയാൻ വേണ്ടി ചെയ്യുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. അത് വെക്കുമ്പോൾ മാത്രം ഇച്ചിരി നേരം ഒന്ന് അടങ്ങിയിരിക്കും. ഒന്ന് ബ്രഷ് വെച്ചൊന്ന് ഉരച്ച് കളയുമ്പോഴേ അങ്ങനെ അതിൻ്റെ ലാസ്റ്റ് അവസാനത്തെ അത്രയും കൂടി എടുത്തിട്ടുണ്ട്. ഹായ്, നല്ല മുട്ട. ഒരു ബുൾസൈ അടിച്ചാലാ? വേണ്ട അല്ലേ? വേണ്ട, പാവം കുഞ്ഞ്. അങ്ങനെ ആ സംഭവം ഏകദേശം മൊത്തത്തിൽ ക്ലിയർ ആയിട്ടുണ്ട്. അടിപൊളി ഒരു മുട്ട റെഡി. പാവം എങ്ങനെ കൊണ്ടുവന്ന കൊച്ചിനെ കാണുന്നില്ല. അവിടെ തുടങ്ങിയപ്പോഴേ ഇനിയും ബ്ലേഡ് വെക്കണമെങ്കിൽ പെണ്ണു വീട്ടുകാർ വേണമെന്ന്. അതെ, പെണ്ണു വീട്ടുകാർ കയറി ഫ്രണ്ടിലിരിപ്പുണ്ട്. അമ്മയുടെ കൈ കയറിയതേ മര്യാദയ്ക്ക് അടങ്ങി അപ്പൻ്റെ ഇരുന്നതിൻ്റെ വിധം വിട്ടു. എഴുന്നേറ്റ് നിന്നാണ് പരിപാടി. ഉറക്കാനുള്ള പകുതി പരിപാടി നോക്കിയിട്ടും നടക്കാതെ വന്നപ്പോഴേ അവസാന പ്രയോഗമായിട്ട് ഞങ്ങൾ ആ ബേബി അങ്ങ് ഇട്ട് കൊടുത്തു. നെനഹൂട്ടൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് ബേബി. ആ അമ്മച്ചി വന്നിട്ട് മുടിഞ്ഞു പോകുമെന്ന് പറയുമ്പോഴേ അവൾ നിന്ന് തുള്ളുന്ന കാണാം. അതെന്തിനാണെന്ന് മാത്രം എനിക്ക് ഈ നിമിഷം വരെ മനസ്സിലായിട്ടില്ല. അവൾ പിന്നെ അതേ പിടിച്ചങ്ങ് ഡാൻസാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുന്നതല്ലാതെ ആ പാട്ട് ഞാനൊരു പ്രത്യേകതയും കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സുധിച്ചേട്ടൻ്റെ രാധാസിൻ്റെ സോപ്പും അതിൻ്റെ കാന്തി, അത് മാത്രമാണ് അതിനകത്തിലൊരു പ്രത്യേകത. ആ പാട്ടിറക്കിയവർ പോലും ചിന്തിക്കാത്ത വൻ വിജയമാണ് 24 മണിക്കൂർ ഞങ്ങളുടെ വീട്ടിലോടുന്ന ബേബി സോങ്. മൊബൈൽ കൊടുത്ത് ശീലമൊന്നും ഇല്ലെന്നുണ്ടെങ്കിലും പക്ഷേ ഇച്ചിരി നേരം വേറെ മാർഗ്ഗമില്ലാതെ വന്നപ്പോൾ ബേബി സോങ് ഇട്ട് ഞങ്ങൾ ആ മൊബൈലങ്ങ് കൊടുത്തു. അങ്ങനെങ്കിലും ഇതിനൊരു അവസാനം ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ആ പാവം പയ്യൻ ക്ഷമയോടെ തലമുറിക്കാതെ എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചത്ര മാർക്കുകളൊന്നും ആ പയ്യൻ എൻ്റെ കൊച്ചിൻ്റെ തലയിലാക്കിയിട്ടില്ല. പേടിച്ചിട്ടാണോ അതോ പാവം കുഞ്ഞെന്ന് ചിന്തിച്ചിട്ടാണ്? അങ്ങനെ ഞങ്ങളുടെ പൈങ്കിളിയിലെ സുധിച്ചേട്ടനും ബേബി എല്ലാവരോടും ചേർന്നേ ഞങ്ങളുടെ നെനഹൂട്ടൻ്റെ തലമുടി അങ്ങനെ മൊട്ടയാക്കിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു സാധനം ഇല്ലായിരുന്നെന്നുണ്ടെങ്കിൽ ഇന്നിത് എങ്ങനെ നടക്കുമായിരുന്നെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നെനഹൂട്ടൻ ക്ഷമയോടിരുന്ന് ബേബി കാണുന്നുണ്ട്. ആ പയ്യൻ ക്ഷമയോടിരുന്ന് ആ തലമുടി മൊത്തം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ബ്ലേഡ് വെച്ച് പിടിക്കുക എന്ന് പറയുന്നതേ അന്യായ ടാസ്ക്കാണ്. തുടങ്ങിയപ്പോഴേ ആ പയ്യൻ പറഞ്ഞു കുഞ്ഞുങ്ങൾ അടങ്ങിയിരിക്കാറില്ല, ട്രിമ്മറിൻ്റെ സൗണ്ട് കേട്ടാൽ പ്രത്യേകിച്ച് ബഹളമായിരിക്കുമെന്ന്. പക്ഷെ ഞങ്ങളുടെ കുഞ്ഞ് ഞങ്ങളെപ്പോലെ പാവമായതുകൊണ്ട് ആ പരിപാടി അവൻ എളുപ്പമാക്കി കൊടുത്തിട്ടുണ്ട്. എന്തായാലും അവസാന പരിപാടിയായിട്ട് നെനഹൂട്ടൻ ഇവിടെ ഉറങ്ങി. ഇനി ഏത് ഡയറക്ഷനിൽ പിടിച്ചാലും എൻ്റെ നെനഹൂട്ടൻ നല്ല സൂപ്പറായിട്ടിരുന്നോളും. ഞങ്ങളുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതാണ് രാത്രി സ്ലൈഡ് കുത്തിയിട്ടുള്ള അടുത്ത പരിപാടി. താങ്ക് യു.